guys, welcome back to Thakur. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനുള്ളതാണ് സ്ട്രോബെറി ഐസ്ക്രീം. അതിന് വേണ്ടി നമ്മൾ ബേക്കേഴ്സിന് സ്ട്രോബെറി ഐസ്ക്രീം ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സ്ട്രോബെറി ഐസ്ക്രീം പൗഡർ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിൽ പാൽ ഒഴിക്കാം. പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കത്രിക വേണം. ആ കത്രിക അവിടെ എനിക്ക് പിടിയെ കിട്ടുന്നില്ല ഗൈസ്. പ്രശ്നമുണ്ട്, കത്രിക വീട്ടിലില്ല. അപ്പോൾ ഗൈസ് നമുക്ക് അവസാനം കത്രിക കിട്ടി. ഇനി നമുക്ക് ഇതിന് വെട്ടി നുറുക്കി ഇടണം. അതിന് വെട്ടി നുറുക്കിയിട്ടല്ല, ഇതിനെ വെട്ടി പാലയിൽ ഒഴിക്കാം. ഓക്കെ ഗൈസ്. ഗൈസ് ദേ പാൽ, നല്ല പാൽ കണ്ടോ ഗൈസ്, മിൽമേന്റെ പാലാണ്. പാലിതാ ഒഴിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയൂ. നിങ്ങൾ നമ്മൾ ഈ പൊട്ടിച്ചാത്തിനോട് കഴിയും പൊട്ടിക്കും. കട്ടകൾ ചെയ്യുന്നത് നമ്മൾ തരും അടി. ഇങ്ങനെ നമ്മൾ പാല് തിളപ്പിക്കാൻ വയ്ക്കും. കമോൺ ഗൈസ്. ഈ നമ്മൾ പാല് സ്ട്രോബെറി ഐസ്ക്രീമോട് നമ്മൾ ഇവിടെ വയ്ക്കണം. ഇത് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കണം. അപ്പോൾ നമ്മുടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റിർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിർ ചെയ്യാം. ഇത് കണ്ടോ നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ കോൺസ്റ്റന്റ്ലി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതിനൊരു ക്ഷമ. ഇപ്പം എൻ്റെ കൈ കൊള്ളുണ്ട് കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ എൻ്റെ കൈ കൊള്ളുണ്ട്. എൻ്റെ കൈ കൊള്ളില്ല. കണ്ട കൈ സ്ഥലക്കണ്ട. ഇത് ഇസ് കോൾഡ് പ്രൊഫഷണൽ ആക്ക്. ഇത് പ്രൊഫഷണൽ ആക്കാൻ മാത്രമേ ആക്കുള്ളൂ. ടേസ്റ്റ് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ മിൽക്ക് ഷേക്ക് സോറി ഐസ്ക്രീം മിക്സ് വിത്ത് പാൽ ഇതാ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇങ്ങനെ കൂളാക്കി കഴിക്കാം. ഗൈസ് ഇതാ കൂളാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഫ്രിഡ്ജ് വെച്ച് ചെയ്യാം. ഗൈസ് നമുക്ക് ഇതായിട്ട് നല്ല ഡീപ്പ് ഫ്രീസിൽ വെക്കാം. എന്നാലേ നല്ല ഇത് നല്ല തണുത്തിട്ട് നമുക്കത് വയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രീസ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ക്ലീൻ ചെയ്യണം. ഗൈസ് നമ്മൾ കൂളാൻ വരാൻ വെയിറ്റ് ചെയ്യണം. അതൊരു അരമണിക്കൂർ. ഓക്കെ, കൂളാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനോട് നമുക്ക് ഈ സാധനങ്ങൾ എടുത്ത് തരും. ഗൈസ് നമ്മൾ ഇത് വന്നിട്ട് ഇനി അലുമിനിയം പാത്രത്തിൽ ഒഴിക്കും. തെറ്റിപ്പോയി, സോറി ഗൈസ്, തെറ്റിപ്പോയി. അപ്പോൾ ഗൈസ് നമ്മളിത് നമ്മുടെ എന്താ പറയുക ഐസ്ക്രീം മിക്സും പാലും കൂടി മിക്സ് ചെയ്ത സാധനം ഇതേ ഫ്രീസറിൽ വെച്ചിരിക്കണം. ഇനി ഒരു 3-2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കത് എടുക്കണം. പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ സാധനം വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വിടണം. എന്നിട്ട് നമ്മൾ തിരിച്ച് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഐസ്ക്രീം വന്നിട്ട് ഓൾറെഡി ഫ്രീസറിൽ വെച്ച് നമ്മൾ എടുത്തില്ല ഓൾമോസ്റ്റ് ഒരു ദിവസമായി. ബിക്കോസ് ഇത് ഒന്ന് ഐസായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ വിചാരിച്ചു. ഇതുകൊണ്ട് എൻ്റെ ഓട്ടോമാറ്റിക് ഹാൻഡ് മിക്സർ. അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അല്ല, ഈ ഐസ്ക്രീം മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇത് മെൽറ്റ് ആയി കഴിഞ്ഞു. ബിക്കോസ് ഇത് ഭയങ്കര ഐസായിരുന്നു. ബിക്കോസ് ഞാൻ ഇന്നലെ എടുത്തില്ല. ഇന്നലെ 3 മണിക്കൂർ ശേഷം എടുക്കണമെന്നില്ല. പക്ഷെ ഞാൻ കളിക്കാൻ പോയി, അതാണ് പ്രശ്നം. അപ്പോൾ ഇനി ഞാൻ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിനെ തുറക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെടുക്കാം. കണ്ടു പുതുമാരില്ലേ, അല്ല സോറി, ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യാനായിട്ടല്ല, ഉത്തം പുതുമാരില്ലേ ഗൈസ്, ഉത്തം പുതിയതാണ് പ്രൊണൗൺസ് ചെയ്യാം. നമുക്ക് വിസ്ക് എടുക്കാം. മിക്സർ എടുക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് കശി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ നമ്മൾ ചെയ്യാം. ഓക്കെ ഗൈസ്, വരും. ഓക്കെ, ഇത് കുത്താം ഗൈസ്, കുത്തി ഗൈസ്. നമുക്ക് ഇനി എടുക്കാം. നമുക്ക് ഇതങ്ങൾ പുഷ് കളയാം. ഞാൻ തുണി എടുത്തോണ്ട്
എടുക്കും ഈ ഒരു പാലില്ലാത്തൊരു അണപ്പെടുക്കും, അല്ല അണപ്പല്ല ബോൾ എടുക്കും, എന്നിട്ട് നമ്മൾ ഇതേ വിളിക്കും. ഈ സൈസ് നമ്മൾ ഇതെടുക്കണം, നമ്മൾ ഇടണം. അപ്പോൾ ഗൈസ് മൂന്നാമത്തെ പാത്രം എടുത്തു, പാത്രം കൊണ്ടുപോയി ഇനി ഗൈസ് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മളത് അലുമിനിയം ട്രേയോട് മൂടിയിട്ട് നമ്മളിനി ക്ലീൻ ചെയ്യണോ. പിന്നെ അതിലോട്ട് ഒരു 1/2 മണിക്കൂർ കൂടി വെച്ചാൽ മതി ഗൈസ്. ഓവർ, നമ്മുടെ ഈ വീഡിയോ ഓവർ. കഷ്ടകാലം പറഞ്ഞ കഷ്ടകാലം. 3 പ്രാവശ്യം ക്ലീൻ ചെയ്യണം. നമ്മൾ ഈ സാധനം വന്നിട്ട് ഇനി ഇതിലോട്ട് ഒഴിക്കണം. നമ്മൾ ഇത് റെഫ്രിജറേറ്ററിലിട്ട് അല്ല ഫ്രീസറിലോട്ട് വെക്കണം. ഓ മക അപ്പോൾ ഗൈസ് നമുക്ക് ഇനിയും 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ് ഞാൻ വന്നിട്ട് കുറച്ച് സ്ട്രോബെറീസ് വാങ്ങിയിട്ട് നമ്മുടെ സ്ട്രോബെറീസ് അടുത്ത് ഇടാൻ. അപ്പോൾ നമ്മൾ വെച്ചാൽ കഴിച്ചിട്ടുണ്ട് ഗൈസ്. ഓ മാമ വീത്ത ഏത് ഇതൊക്കെ എടുത്തിട്ട് മാറ്റാം. യോ യോ ഓക്കെ. ഇനി നമുക്ക് ഇതിനെ സ്ലൈസ് സ്ലൈസ് കട്ട് ചെയ്യാം. ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ഗൈസ് നമ്മൾ ഇത് കട്ട് ചെയ്യില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ നമ്മൾ ഇതെടുത്തിട്ട് മറ്റു വായിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിനൊരു സ്കൂപ്പ് എടുക്കാം. സ്കൂപ്പ് എടുത്തിട്ട് ഇത്രയും കൊള്ളായാലും നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാണ്ട് പോയി. ഗൈസ് കണ്ടോ നമ്മുടെ ഐസ്ക്രീം തേക്ക് ഉണ്ടോ? നമ്മൾ ഇതിലോട്ട് സ്ട്രോബെറീസ് ആയിരിക്കും. Strawberry, 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 papaya, strawberry, apples. കണ്ടോ കണ്ട ഇറ്റ്സ് കോൾഡ് സ്ട്രോബെറി. ഓക്കെ കണ്ടോ ഇതൊരു സ്ട്രോബെറി വല്ല റെഡ് കളറില്ല സ്ട്രോബെറി. സ്ട്രോബെറി ഐസ്ക്രീം എന്നൊക്കെ സൂപ്പറാണല്ലേ. നമുക്ക് ഇതിനെ ടേസ്റ്റ് ചെയ്യാം. സ്ട്രോബെറി ഐസ്ക്രീം കിട്ടണം. പക്ഷേ ഐസ് കോയി സ്ട്രോബെറി ഐസ്ക്രീം സ്ട്രോബെറി മിൽക്ക് പോയി. പക്ഷെ കുഴപ്പമില്ല. ഗൈസ് നമ്മുടെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് നമ്മുടെ സ്ട്രോബെറി ഐസ്ക്രീം റെഡി ആയിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.